ടി മുഹമ്മദ് വേള ഇപ്പോൾ ബാബരി മസ്ജിദിന്റെ കേസ് എടുത്താൽ ബാബരി മസ്ജിദ് പൊളിച്ചയിടത്ത് ഒരു ക്ഷേത്രം തകർത്താണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ASIയോട് സുപ്രീം കോടതി പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച പള്ളി എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി അവസാനത്തെ വിധി തീർപ്പിൽ പറയുന്നുണ്ട്. പക്ഷേ ഫൈനലി ലാൻഡ് അപ്പുറത്തുള്ളവർക്ക് കൊടുത്തു. അത് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതായിരിക്കും ബെറ്റർ എന്ന് കോടതിക്ക് തോന്നിക്കാണുമായിരിക്കും. മറ്റൊന്ന് ഈ പള്ളി തകർത്ത കേസാണ്, അതൊരു ക്രിമിനൽ ആക്റ്റാണ്. അതിനകത്ത് പോലും ആരെയെങ്കിലും കുറ്റക്കാരെ കണ്ടെത്താനോ ശിക്ഷിക്കാനോ കഴിയാത്ത വിധം കോംപ്രമൈസ് മൂഡിലേക്ക് പോകുന്നത് കണ്ടു. സ്റ്റാറ്റസ് കോ നിലനിൽക്കെ ഈ പള്ളി പൊളിച്ചത് കോടതി അലക്ഷ്യ കേസാണെന്ന് പറഞ്ഞൊരു കോടതി അലക്ഷ്യ കേസ് കൊടുത്തിരുന്നു. അത് 30 വർഷം വെച്ച് വായിച്ചിട്ട് കോടതി അതെടുത്ത് കളഞ്ഞു. കാരണം എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അത് പരിഗണിക്കേണ്ടത്. അങ്ങനെ കോടതി ഈ ബാബരി മസ്ജിദിൻ്റെ കേസിൽ എടുത്തത് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് വിചിത്രമായ നടപടികളാണ്. എന്ന് പറയുമ്പോൾ എന്താണോ ന്യായവും യാഥാർത്ഥ്യവും ധാർമ്മികതയും അതൊരു വശത്ത് നിൽക്കെ ഇപ്പോഴത്തെ സോഷ്യൽ കണ്ടീഷനെ മാനിച്ചുകൊണ്ട് ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുക എന്നതിലേക്ക് നമ്മുടെ കോടതികൾ കടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ ഈ 91 നിയമത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് നടത്തുന്ന ഈ വിധികളെ എടുക്കാമല്ലോ. സോ അതിനകത്ത് അങ്ങനെയാണെങ്കിൽ എന്ത് ഹോപ്പാണ് ഇനി ബാക്കിയുള്ളത്? നിഷാദേ, ഒരു അന്യായം നിരവധി അന്യായങ്ങളെ പ്രസവിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദ് വിഷയത്തിലെ വിധി അന്യായമായിരുന്നു. ആ അന്യായം നിരവധി അന്യായങ്ങളെ ഒരുപക്ഷെ കോടതി പോലും, ആ വിധി പറഞ്ഞ കോടതി പോലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, പ്രതീക്ഷിച്ചാലും ഇല്ലെങ്കിലും നിരവധി അന്യായങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ നമ്മളുടെ നാട്ടിലെ ഓരോ പള്ളിയുടെ കാര്യത്തിലേക്കും ഈ പ്രശ്നം വരാവുന്നതാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം രാജ്യത്ത് രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അന്യായങ്ങളെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അന്യായമെന്ന് പറയുക, മനസ്സിലാക്കുക, അങ്ങനെ ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ കോടതി വിധിയാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നീതിയെ ന്യായം വിഴുങ്ങായിക എന്ന് അയ്യപ്പണിക്കരുടെ കവിതയിൽ പറയുന്നുണ്ട്. ഒരു കാര്യം കോടതി പറഞ്ഞതാണോ എന്നതല്ല, അത് നീതിയാണോ എന്നതാണ് നമ്മൾ പരിഗണിക്കേണ്ട കാര്യം. ഗ്യാൻവാപ്പിയുടെ കാര്യത്തിൽ തന്നെ 93 വരെ അവിടെ ആരാധന നടന്നിരുന്നു എന്ന വളരെ തെറ്റായ ഒരു അവകാശവാദത്തെ അതിനെ ഗണ്ണിക്കാതെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 93 വരെ അവിടെ ഒരു ആരാധനയും നടന്നിട്ടില്ല. അവിടെ നടന്നത് പള്ളിയുടെ നിലവറയിൽ ക്ഷേത്രോത്സവത്തിൻ്റെ കാര്യങ്ങളും സൂക്ഷിച്ചിരുന്നു എന്നതാണ്. പക്ഷേ ആ ഒരു സഹിഷ്ണുതാപൂർണമായ സമീപനത്തെ വരെ എതിർ സാക്ഷ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. BJP പ്രതിനിധി ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. ഇത് അധിനിവേശത്തിനെതിരായ 1000 വർഷം നീണ്ടുനിന്ന അധിനിവേശത്തിനെതിരായ ഒരു പ്രതിക്രിയാ നടപടി അല്ലെങ്കിൽ പ്രതികാര നടപടി, പരിഹാര നടപടിയാണ് എന്ന ഒരു പ്രോജക്റ്റാണ്, പദ്ധതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സുൽത്താനേറ്റ് ഭരണാധികാരികളായാലും മുസ്ലിം ഭരണാധികാരികളായാലും അവർ അധിനിവേശകരല്ല. കാരണം അവർ ഈ രാജ്യത്ത് വന്ന് അതിന് വരുന്നതിന് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അവർ ഈ രാജ്യത്ത് ജീവിച്ച്, ഈ രാജ്യക്കാരായി ജീവിച്ച് ഇവിടെ കോൺട്രിബ്യൂഷൻ നടത്തി ഇവിടെ മരിച്ചുപോയ മനുഷ്യരാണ്. അത് അധിനിവേശമല്ല. രണ്ടാമത്തത്, ഇനി അതെല്ലാം നമ്മൾ തുടച്ചു നീക്കും എന്നതാണ് സംഘപരിവാറിൻ്റെ പദ്ധതിയെങ്കിൽ അവർ വരുമ്പോൾ ഇവിടെ നിലവിലുണ്ടായിരുന്നത് ജാതി കോടതികളാണ്. അതിലെ വാദിയുടെയും പ്രതിയുടെയും ജാതി അടിസ്ഥാനത്തിൽ വിധിച്ചിരുന്ന കോടതികളിൽ നിന്ന് വ്യത്യസ്തമായി നീതിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അന്ന് ജലപരീക്ഷ, അഗ്നിപരീക്ഷ, ഇത്തരത്തിലുള്ള ശിക്ഷാ സമ്പ്രദായങ്ങൾ, ആളുകളുടെ അക്യൂസ്ഡായ ആളുടെ കൈ തിളച്ച വെള്ളത്തിലും എണ്ണയിലുമൊക്കെ മുക്കിയിട്ട് നിരപരാധിത്വം തെളിയിക്കുന്ന സമ്പ്രദായമുള്ള രാജ്യത്ത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥ കൊണ്ടുവരുന്നത് അവരാണ്. ഈ രാജ്യത്ത് ഒരുപാട് ഡൽഹിയും ഹൈദരാബാദും അഹമ്മദാബാദും ഉൾപ്പെടെ ഇപ്പോൾ പേര് മാറ്റിയിട്ടുള്ള നഗരങ്ങൾ നിർമ്മിച്ചത് അവരാണ്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട റോഡുകൾ നിർമ്മിക്കുന്നത് അവരാണ്. അതൊക്കെ നമ്മൾ തുടച്ചു നീക്കും എന്നതാണോ സംഘപരിവാറിൻ്റെ പദ്ധതി എന്ന് വ്യക്തമാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഏത് പ്രാകൃതാവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രോജക്റ്റായിരിക്കും അത്. ഈ രാജ്യത്ത് എന്തെല്ലാം അവർ കോൺട്രിബ്യൂട്ട്, താജ്മഹൽ, ഒരുപാട് ഡൽഹി എന്ന് പറയുന്ന നഗരം അത് നിർമ്മിച്ചത് അവരാണ്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട റോഡുകൾ ഇതെല്ലാം ഇല്ലാതാക്കിയിട്ട് ഇതെല്ലാം അധിനിവേശ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്നെല്ലാം തിരിച്ചു നടക്കുന്ന ഒരു കാര്യമാണോ സംഘപരിവാർ വിഭാവന ചെയ്യുന്നത് എന്നുകൂടി അവർ വ്യക്തമാക്കുന്നത് നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഇത് അന്യായം, അതിന് കോടതികൾ വരെ അതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും എൻഡോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് രാജ്യത്തുള്ളത്.